ഏതായാലും ഭരണമൊക്കെ പോയി ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന CPM സംബന്ധിച്ചിടത്തോളം അവർ ഒരു എന്തെങ്കിലും തല്ലാനുള്ള വഴി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് രത്തൻ ഖേൽക്കറിനെ, നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ വിവാദത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. CPM മാത്രമല്ല BJP ഉണ്ട് കൂട്ടിന്. ഈ CPM ഇറങ്ങിയിരിക്കുന്ന മറ്റൊന്നിനുമല്ല, പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അത്രയേ ഉള്ളൂ. പിണറായി വിജയൻ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അതെ. പക്ഷേ ഈ രത്തൻ കേൽക്കറിനെ ഇറക്കിയുള്ള ഇവരുടെ വെടി ഈ സ്വന്തം ആസനത്തിൽ തന്നെ തറച്ചിരിക്കുകയാണ്. അങ്ങോട്ട് വെച്ച വെടി തിരിച്ചു വന്ന് സ്വന്തം ആസനത്തിൽ തന്നെ തറഞ്ഞു കയറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ ഇതുവരെ അതിനകത്തൊരു വ്യക്തത വരുത്താൻ ഈ CPM കഴിഞ്ഞിട്ടില്ല. അല്ല, മാത്രമല്ല അതൊരു രസകരമായ കാര്യം, കേന്ദ്രത്തിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷണർ നിയോഗിക്കും പോലെ അല്ല ഇവിടുത്തത്. ഇവിടെ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഒരു പോസ്റ്റാണ് അത്. അയാൾ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പോലെ IAS ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയോഗിക്കാറുള്ളത്. അത്രേ ഉള്ളൂ. ഈ കാലാവധി കഴിഞ്ഞാൽ ജീവിതം ഇവിടെ ഇരിക്കാൻ റിട്ടയർ ചെയ്യാൻ പോകുന്നില്ല, അയാൾ വേറെ പോസ്റ്റിലേക്ക് പോകും. അതെല്ലാം അങ്ങ് പോട്ടെ. അതായത് ജില്ലാതലത്തില് ജില്ലാ ഭരണാധികാരി എന്ന് പറഞ്ഞ ജില്ലാ കളക്ടർമാരല്ലേ? അതെ, അത് IAS ഉദ്യോഗസ്ഥരാണ്. ജില്ലാ ഭരണാധികാരി ജില്ലാ കളക്ടർ ആയിരിക്കുന്നതുകൊണ്ട് അത് ആ നിയമനം അല്ലേ, അയാളെ ഇപ്പൊ അവിടെ നിന്ന് അങ്ങ് മാറ്റിയത് ഇവർ ഇപ്പൊ ഒരു ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി ഇത് കഴിഞ്ഞോടനെ. ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ സമയത്ത് സഹായം ചെയ്തു തരാൻ പറ്റാത്തതിന്റെ പേരിൽ മാറ്റിയാന്ന് പറയാൻ പറ്റില്ല. അത് സർക്കാരിന്റെ പോളിസിയാണത്. അപ്പൊ എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാണവും മാനവും പോയി ഉടുമും കഴിഞ്ഞ് സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ നിൽക്കുന്ന MV ഗോവിന്ദനെയും പിണറായി വിജയനെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ ഒരു വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അല്ല, മാത്രമല്ല ഇവർ സംസ്ഥാനം കുറേ വർഷം ഭരിച്ചു വരില്ല, ഇവർക്ക് ഇതിന്റെ പ്രൊസീജിയർ അറിയില്ലേ? ഒരു IAS ഉദ്യോഗസ്ഥനെ ഏതൊക്കെ പോസ്റ്റ് ഇരുത്താം എന്നുള്ള കാര്യം. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് തസ്തി ഒരു IAS പോസ്റ്റ് മാത്രമാണ്. അതായത് രത്തൻ കേൽക്കർ എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യത്തുള്ളതിൽ ഏറ്റവും മികച്ച IAS ഉദ്യോഗസ്ഥരാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച IAS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കി നിയമിച്ചത്. അയാൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആക്കിയതും അതിന്റെ പേരിലാണ്, സത്യസന്ധ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ്. അതിനകത്തൊരു വിവാദം കൊണ്ടുവരുന്നത് എന്താണ്? വളരെ ബാലിശം അല്ലെ, വളരെ വലിയ വിഡ്ഢിത്തം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ല, മാത്രമല്ല ഇപ്പോൾ എറണാകുളത്ത് ഭൂമി കുടിയൊഴിപ്പിക്കലും അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഗോവിന്ദ മാഷ് അവിടെ പോയി പറയാണ്, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം, ഈ സർക്കാർ നിങ്ങളെ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ഇത്രയും നാൾ 10 വർഷം അവിടെ ഭരിച്ചിട്ട് 14 തവണ അങ്ങോട്ട് പോലീസ് എന്നിട്ട് അന്ന് അവരെ ഇറക്കിവിടാൻ കഴിയാത്ത കാര്യത്തിന് ഈ സർക്കാർ ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവാണ്, അതനുസരിക്കാൻ മാത്രമാണ് അവരുടെ ജോലി സർക്കാരിൻ്റെ. പക്ഷെ അതിനെന്തെങ്കിലും ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ നടക്കുള്ളൂ. എന്നിട്ടിപ്പം ഗോവിന്ദ പോയിരിക്കുകയാണ്. ഏതായാലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ്. നേരത്തെ അവിടുത്തെ മുൻ MLA നാട്ടുകാർ ഓടിച്ചു വിട്ടിരുന്നു. ഇതിനകത്ത് അടിസ്ഥാന കാരണം ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, CPM തോറ്റ അമ്പി എന്ന് മാത്രമല്ല, CPM-ന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിടുകയാണ്. ഈ നിലനിൽപ്പ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവർക്ക് MV ഗോവിന്ദനെയും പിണറായി വിജയനെയും രക്ഷിച്ചെടുക്കും. വലിയ താമസമില്ലാതെ വംശനാശ ഭീഷണി. അപ്പൊ അതിനുവേണ്ടി അതിനെന്ത് ചെയ്യണം? അതിന് ശ്രദ്ധയകറ്റണം. ജനങ്ങളിൽ നിന്ന് ശ്രദ്ധയകറ്റാൻ നോക്കിയിട്ട് ഒരു മാർഗവും ഇല്ല. വളരെ വളരെ രസകരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഈ സഖാക്കളെ. അതായത് കഴിഞ്ഞിടയ്ക്ക് ഇവരെ ഭരണം ഒഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് എവിടെയോ വെച്ച് വണ്ടി തടഞ്ഞിട്ട് SIA CIA എല്ലാം കൂടെ തെറി വിളിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഇവർ പ്രചരിപ്പിക്കുകയാണ്, ഭരണം മാറിയില്ല കാണൂ എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ നടന്നതാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ് എന്നും പറഞ്ഞു. അതുപോലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ കോൺവോയ് ആയിട്ട് രാജ്ഭവനിലേക്ക് ഗവർണറുടെ സ്ഥായ സൽക്കാരത്തിന് പോകുമ്പോൾ ഇതെടുത്ത് കൊടുത്തിട്ട്, ഇത് കണ്ടോ ഇപ്പൊ പിണറായി വിമർശിച്ച VD സതീശൻ 40 വണ്ടി കൊണ്ട് പോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ പടം ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ കിണറുപോലാണോന്ന് അറിഞ്ഞില്ല, അത് വേറെ. മിൽമ പാൽ വില വർധന വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച കഴിഞ്ഞ സർക്കാരാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ഈ മെയ് 6-ന് ശേഷം വില വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇത് മാറ്റി വെച്ചതും കഴിഞ്ഞ സർക്കാരാണ്. ഈ സർക്കാരിന്റെ കാലത്ത് വന്നപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നത്? ഇത് ഓൾറെഡി അവിടെ ഓർഡർ ആയി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. അപ്പൊ ഇത് ഓൾറെഡി ഓർഡർ ആയതാണ്, ആ ഓർഡർ പാലിക്കപ്പെടുന്നു. അതൊന്ന്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു വീട്ടമ്മയുടെ കയ്യിൽ സൂചി ഒടിഞ്ഞു കയറി എന്ന് പറഞ്ഞു. അത് പിന്നെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവര് പ്രക്ഷോഭം നടത്തി. ഇത് നടന്ന എന്നാണെന്നറിയാമോ? 1 കൊല്ലം മുമ്പ്, അതായത് വീണ ജോർജ് ആരോഗ്യ കാലത്ത്. പിന്നെ ഇപ്പൊ വേറൊരു വലിയ വാർത്ത കൂടെ പുറത്തു വന്നു. നമ്മൾ ആ സമയത്ത് ചെയ്തതാണ്, ഇലക്ഷൻ സമയത്ത് ചെയ്തതാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിക്കും. അന്ന് നമ്മൾ പറയുന്നു, കട്ട കെട്ടുന്നു, തേക്കുന്നു, വെള്ളം അടിക്കുന്നു, അതായത് വൈറ്റ് സിമെന്റ് അടിക്കുന്നു, അതിന്റെ പുറത്ത് വൈറ്റ് വാഷ് അടിക്കുന്നു. ഇത് എപ്പോൾ ഒടിഞ്ഞ് തലയെ വീഴുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു. ഇപ്പൊ ഇന്നലെ കിറ്റ്കോ, ഇത് പണിയുന്ന കിറ്റ്കോ എന്ന സ്ഥാപനത്തിന്റെ അതിന്റെ എഞ്ചിനീയർ വന്നിട്ട് പറയുന്നു, ഇതിനൊന്നും കൃത്യമായ രീതിയിലല്ല പണിഞ്ഞിരിക്കുന്നത്,
ഇതെല്ലാം അശാസ്ത്രീയമായിട്ട് പണിഞ്ഞു, ഈ രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സമ്മർദ്ദം വന്നു, ഞങ്ങൾ ഇങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈ സാധനം ഇടിഞ്ഞു കഴിഞ്ഞ് തലയെ വീണാൽ അതും അവരുടെ തലയെ വരും, ഇവര് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. ഉറപ്പാണല്ലോ. അത് മാത്രമല്ല, ഈ മരപ്പൊട്ടന്മാർ ഒരു കാര്യം വിചാരിക്കണം, കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധരാണ്, അവർ ഇത്തവണ എന്തുകൊണ്ട് ഇവരെ ഓടിച്ചു എന്നുള്ളത് അവർ മനസ്സിലാക്കണം ആദ്യം. ഇത് ആൾക്ക് നല്ല ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ അടിച്ചോടിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇവരുടെ മണ്ടന്മാരാണ് എല്ലാത്തിനെയും കണ്ടം വഴി ഓടിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു മാർഗം എന്നുള്ള നിലയിൽ വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമാണ്. ഒന്ന് ആലോചിച്ചോണം, ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന ആളിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കി. എന്താണ് അതിനകത്ത് കുഴപ്പം? എന്താണ് നിങ്ങളുടെ ആരോപണം? അവർക്ക് വഴി വിട്ട് സഹായം കൊടുത്തു. അത് എങ്ങനെ കൊടുക്കും? നിങ്ങളല്ലേ നിയമിച്ചത്? കേരളത്തിലെ 150 മണ്ഡലത്തിൽ ഇയാൾ പോയി സഹായിക്കേണ്ടി വരും. അതെ, അത് നിങ്ങളല്ലേ നിയമിച്ചത്? ആരാണ് നിയമിച്ചത്? അത് നിങ്ങളാണ് നിയമിച്ചത്. സർക്കാരിന്റെ കാലത്താണ്. ഇതിനു മുമ്പ് ഇതുപോലെ നളിനി നെറ്റോ അതുപോലെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരായിട്ട് ഇരുന്നിട്ടുണ്ട്. അടുത്ത സർക്കാർ വരുമ്പം അവരെ സുപ്രധാന തസ്തികകൾ നിയമിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടാണോ? അതങ്ങ് പോട്ടെ. ഈ രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ആള് ചെയ്ത ഒരു കുറ്റം എന്താണ്? SIR കോൺഗ്രസിന് അനുകൂലമാക്കി. അതെങ്ങനെ SIR കോൺഗ്രസിന് അനുകൂലമാക്കാൻ പറ്റും? SIR കോൺഗ്രസിന് അനുകൂല അല്ലെങ്കിൽ CPM പ്രതികൂലമായി എന്നുള്ള ഉറപ്പാണ്. അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്, അല്ലെ കേരളത്തിന്റെ ഇവിടെ ഇരുന്ന രത്തൻ ഖേൽക്കർ കൊണ്ടുവന്ന പദ്ധതി ഒന്നും ആയിരുന്നില്ല. പിന്നെ ഇവര് ഒരു കാര്യം പറയാൻ മടിക്കുകയാണ്, വോട്ടിംഗ് മെഷീൻ ടാമ്പറിങ്, വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി എന്നുള്ള വിവരം പറയാൻ CPM മടിക്കുകയാണ്. കാരണം അവരുന്നയിച്ചിരിക്കുന്ന ആരോപണം BJPക്ക്. അപ്പൊ അത് ഇവിടെ നടത്തണമെങ്കിൽ ആര് നടത്തണം? ഇവിടെ ഭരണത്തിരുന്ന ആരാണ്? CPM നടത്തണം. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്തോട് ഇവർ ലഘൂകരിച്ചുകൊണ്ട് വന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന് കോൺഗ്രസിനെ ഈ രത്തൻ ഖേൽക്കർ സഹായിച്ചു, അല്ലെ അയാൾ വോട്ടിംഗ് മെഷീനിൽ സഹായിച്ചു, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ വോട്ട് മുഴുവൻ അങ്ങനെയാണ് കോൺഗ്രസിന് കിട്ടിയത് എന്നാണ് വരുത്തിയത്. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ കാരണഭൂതന്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ അപ്പംഗോവിന്ദന്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ P ശശിയുടെ കുഴപ്പം കൊണ്ടല്ല, ADGPയുടെ കുഴപ്പം കൊണ്ടല്ല. ഇതെല്ലാം വന്നു ചേർന്നത് AI അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിന് മാത്രമല്ല, ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ അട്ടിമറിയാണ്, അല്ലായിരുന്നേ ഞങ്ങൾ അധികാരത്തിൽ വന്നേനേയും എന്ന് ഇവർ സ്ഥാപിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയനെയും MV ഗോവിന്ദനെയും രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവരെ കുറിച്ചുള്ള അപമതിപ്പ്, ഇവർ കോമാളികളായിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ ഇവരെ കാണുന്നത്. ആ കോമാളിത്വത്തിന്റെ വേറൊരു ഭാഗമായിട്ട് വിഡിത്തം മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ആളൊക്കെ വിവരമുണ്ട് കേരളത്തില്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പെട്ടെന്ന്. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പെടലി ഓടിച്ചു എന്ന് പറഞ്ഞ് ആ പ്രസ്താവന ഉറച്ചു നിന്ന MV ഗോവിന്ദനും ഇന്നലെ ഇതേ തത്വശാസ്ത്രമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ രത്തൻ ഖേൽക്കറുടെ നിയമനത്തെ കുറിച്ച്. അന്ന് MV ഗോവിന്ദനോട് ചാനലുകാർ ഞങ്ങളത് കണ്ടില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇത് ഗറില്ല വാർഫെയർ ആണെന്ന് പറഞ്ഞ ടീമാണ് MV ഗോവിന്ദൻ. ആ ഒരൊറ്റ ഗറില്ല വാർഫെയർ പിന്നെ പ്രസ്താവന കാരണം, ആ കപട നാടകം കാരണം എന്തൊക്കെ സംഭവിച്ചു? ആരോഗ്യമന്ത്രി വീണ ജോർജ് മാത്രമല്ല, ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക CPM സ്ഥാനാർത്ഥികളും തോറ്റു ഒറ്റ നാടകം കൊണ്ട്. അല്ല, ഇവർ ഈ നാടകങ്ങളെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കോപ്രായം കാണിക്കണം, ഇവർ കാണിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് കൂടുതൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഈ പാർട്ടി കാര്യത്തിൽ തീരുമാനമോ. അല്ല, ഇവർ ഈ പ്രതിപക്ഷ തെരഞ്ഞെടുപ്പോഴേ ഇവർ ആദ്യം അണികൾക്കൂടി സന്ദേശം കേരളം നിന്ന് കത്തണം, ഒരു ദിവസം പോലും ഇവന്മാരെ ഭരിക്കാൻ അനുവദിക്കരുതെന്നായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. കാരണം ഇവർ പറഞ്ഞ എന്താ, ആദ്യം ഇവർ എടുത്തിട്ടു എന്തിയാ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പിടിച്ചോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശമാരുടെ ഓണറേറിയം വർധന, പിടിച്ചോ ആശമാരുടെ ഓണറേറിയം വർധനവ്, പിന്നെ കേരയിൽ പിൻവലിക്കുന്നു, കേരയിൽ റദ്ദാക്കുന്നു. അങ്ങനെ ജനകീയമായ തീരുമാനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി അങ്ങ് നിറഞ്ഞു. സതീശൻ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ചലിക്കാൻ അവസരമില്ല. പിന്നെ ഇനി എന്താ മാർഗം? എങ്ങനെ നോക്കിയിട്ട് ഒരു കുറ്റം പറയാൻ പറ്റുന്നില്ല. അന്നേരമാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നു ആരെ? രത്തൻ ഖേൽക്കറെ. ഇവരെല്ലാവരും ഇന്നോവ ക്രിസ്റ്റൽ കറുത്ത ചില്ലിട്ട കാറിലാണ് യാത്ര ചെയ്യുന്നത്. അല്ലാത്ത കറുപ്പല്ലാത്ത ചില്ല് ഉള്ള കാറാണ് യാത്ര ചെയ്യുന്നത്. മിക്കവാറും ജനം ഇവരോട് ഇങ്ങനെ വഴിയിൽ പിടിച്ചെടുത്താനുള്ള സാധ്യത. അതുകൊണ്ട് ഇവർ ഇനി ഇത്തരം മണ്ടത്തനങ്ങൾ കൂടുതൽ വിളിച്ച് പറയുക. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവർ പിന്നെ പത്രം വായിക്കുന്നവരാണ്, വാർത്ത കാണുന്നവരാണ്, ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് നല്ല ധാരണയുള്ളവർ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും നല്ല കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ പാർട്ടി അടിമകളെ മാത്രം കണ്ടുകൊണ്ട് ഉള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പക്ഷേ അടിമകൾ പോലും ഇത്തവണ മാറി വോട്ട് ചെയ്തു എന്നുള്ള സത്യം പോലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അല്ല, ഇവരുടെ ഒരു ലക്ഷ്യം എന്താണ്? അധികാരത്തിലേറുന്നതിന് മുമ്പ് UDF അങ്ങോട്ട് കസേരട്ട് കയറുന്ന ഇപ്പം സമരം ചെയ്ത് ഇവരെ നാറ്റിക്കണം. അതിന് പറ്റിയ വിഷയങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ പരിയത്തുകടവിലെ വിഷയം കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്നു, ഇതെല്ലാം കൊണ്ടുവന്നിട്ടും ഈ ഏറ്റുപിടിക്കാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, നാട്ടുകാർ കണ്ണ് പൊട്ടുന്ന തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഓരോ വിഷയമായിട്ട് വരുമ്പോൾ. സ്വന്തം അണികളടക്കം കഴിഞ്ഞ ദിവസം ഇവരുടെ ഇടത് സഹയാത്രികൻ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥിരം ഇടത് സഹയാത്രികൻ കയറി പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇന്നലെ അവിടെ മമ്മൂട്ടിയെ കൂവിയനെതിരെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നുണ്ട്. എവിടെ VD സതീശന്
ഇത് കൊടുത്തത്. അവിടെ പോയത് അത് മമ്മൂട്ടിയെ കൂവി അതിനും കുഴപ്പം, അതിനെതിരെയും സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ ഒറ്റ ഒരെണ്ണത്തിനെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതേസമയം ഇവരെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയ്ക്കെല്ലാം സൈബർ സഖാക്കൾ അടക്കം നാട്ടുകാരടക്കം വന്ന് പച്ചത്തെറി വിളിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് ഇവർ പഠിച്ചിട്ടില്ല. ഇവരെ അന്തം കമ്മികളായിരുന്ന ആളുകൾ പലരും ഇപ്പൊ പാർട്ടിയുടെ പുറകെ ഒന്ന് പോയോന്ന് സ്വാഭാവികമായിട്ടും സംശയം. ഇന്നലെ മധുരയിലൊരു മീറ്റിംഗ് ഇത് നടന്നു, സിന്ദാബാദ് വിളി, തമിഴ്നാട്ടിൽ. അത് പാർട്ടി എന്നും പറഞ്ഞ് അവിടെ സിന്ദാബാദ് വിളിച്ച മൊത്തം DYFIക്കാരാ. അപ്പൊ മനസ്സിലായില്ലേ ഇവരുടെ വിധ്വംസക പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്താണെങ്കിലും ശരി, CPM കിട്ടിയ തിരിച്ചടി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രത്തൻ കേൽക്കറിന്റെ പേര് വെറുതെ വലിച്ചടിക്കുന്നത്.